Hi all. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 1ന്റെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. നമ്മളിപ്പോൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ചത് ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതേപോലെ തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളുമാണ് നമുക്ക് അടുത്ത സെമിസ്റ്ററിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയും സെക്കൻഡ് മൊഡ്യൂളിൻ്റെയും, അതായത് റിയാക്ഷൻസ് കാണുക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണുക, ഇതൊക്കെ പറയുന്നത് തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും അതിൻ്റെ ആപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന ടേം നമ്മൾ പറഞ്ഞായിരുന്നു. ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബെൻഡിങ് മൊമെന്റ് അതായത് ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ച്, ഇപ്പൊ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ ബീമിനകത്ത് പല ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ സെക്ഷന്റെ റൈറ്റിലുള്ള ഫോഴ്സസിന്റെ ഓൾജിബ്രിക് സം അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ഫോഴ്സസിന്റെ ഓൾജിബ്രിക് സം, അതാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു റിവൈസ് ചെയ്ത് പോവുകയാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ ഇനി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുമ്പോൾ ഈ ഫോഴ്സസിന് ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഫോഴ്സിന് ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ട്, ഒരു ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ലോഡിന് ഇങ്ങനെ ഒരു ആന്റി ക്ലോക്ക് വൈസ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ മറ്റൊരു ഫോഴ്സിന് ആ പോയിന്റ് വെച്ചൊരു ടേണിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു മൊമെന്റ് ഉണ്ട്, ബെൻഡിങ് മൊമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ബീമില് ഏത് ലോഡ് വന്നാലും ബീമില് ലോഡാണ് വരുന്നത്, ലോഡ് ക്യാരിങ് മെമ്പർ ആണ് ബീം എന്ന് പറയുന്നത്. അപ്പൊ ബീമിൽ ലോഡ് വരുവാണെങ്കിൽ അവിടെ ഷിയർ ഫോഴ്സും ഉണ്ട്, ബെൻഡിങ് മൊമെന്റും ഉണ്ട്. നമുക്ക് ഇത് രണ്ടിനെയും കൺസിഡർ ചെയ്ത കേസാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചത്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു ബീം എന്താണ്, അത് നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഒന്നുകൂടെ ഒരു ബീം എന്താണെന്ന് പറയുമ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പം ഒരു ബീമിന്റെ അളവുകൾ തരുമ്പം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാണ്. നമ്മളിപ്പോൾ ബീം പറയുമ്പോൾ റെക്ടാങ്കുലർ ബീം എന്ന് പറയാറുണ്ട്. റെക്ടാങ്കുലർ ബീം ഓഫ് ഐ സെക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതൊരു കവറാണ്. ഈ കവർ ഞാൻ ഒരു ബീമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. അപ്പൊ ഇത് നോക്കിയാൽ ഇത് ബീം ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീം രണ്ട് ഭിത്തിയിലോട്ടും ഇങ്ങനെ ഇരിക്കുക, സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ ഫിക്സഡോ എന്തെങ്കിലും കണ്ടീഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ ബീം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ബീമിന്റെ അവിടെ നിന്ന് നിങ്ങൾ കാണുന്നത് ഈ ബീമിന്റെ ലെങ്ത് ആണ്, ബീമിന്റെ നീളമാണ്. നോക്കാൻ എന്തുമാത്രം നീളമുണ്ടെന്ന് നോക്കിയാൽ ഒരു ഭിത്തിന്ന് വേറൊരു ഭിത്തി വരെയുള്ള ഒരു ബീമിന്റെ നീളമാണ് ഈ കാണുന്നത്. അപ്പൊ അതേപോലെ ബീമിന്റെ ഡെപ്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴ്ച, ആ റൂഫിൽ നിന്ന് ബീമിന് എത്രമാത്രം താഴ്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഇത് ഏത് ബീമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിന് പേര് കൊടുക്കണമെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കണം. ക്രോസ് സെക്ഷൻ കാണുമ്പം അതിൽ എന്ത് ഷേപ്പാണ് വരുന്നത് അതനുസരിച്ചാണ് ബീമിന് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പൊ നോക്കിയേ, ക്രോസ് സെക്ഷൻ കാണണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നോക്കണം. അപ്പം ഈ ഭിത്തിയിലോട്ട് കയറിയിരിക്കുന്ന ഭാഗത്താണ് അതിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ നോക്കിയേ, ഈ ബീമിനെ നിങ്ങളത് ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്, അല്ലെ? ഈ റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ അതുകൊണ്ടാണ്, ഈ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ റെക്ടാങ്കുലർ ബീം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണെങ്കിൽ നമുക്ക് സർക്കുലർ ബീം എന്ന് വിളിക്കാം. ഏതാണോ ക്രോസ് സെക്ഷനിലുള്ള ഷേപ്പ് ആ ഷേപ്പിനനുസരിച്ചാണ് ബീമിനെ നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വരുമ്പം നമുക്ക് ബീമിനെ സംബന്ധിച്ച് 3 അളവുകൾ പറയാറുണ്ട്. 3 അളവുകൾ. ഒന്ന് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്പാൻ ആയിട്ടാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റിലൊക്കെ പ്രോബ്ലം ചെയ്തപ്പോൾ സ്പാൻ പറയുന്നത്, അല്ലെങ്കിൽ ബീം ഓഫ് ലെങ്ത് 6 മീറ്റർ എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളതാണ്. ഇനി ചിലപ്പോൾ ബീമിന്റെ സൈസ് പറയുന്നത് 200 mm by 150 mm എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ലെങ്ത് അല്ല, അതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ആണ് 200. ഇവിടുന്ന് ഇവിടെ വരെയുള്ള വിട്ട് ഇതിന്റെ ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ്
തിക്നെസ് എന്ന് പറയും ബീമിന്റെ. അപ്പം ഈ ക്രോസ് സെക്ഷൻ റെക്ടാംഗിളിന്റെ സൈസ് ബിയും ഡിയും ആണ് തരുന്നത്. ബി വിഡ്ത്ത്, ഡി ഡെപ്ത്. ഇവിടെയാണ് വിഡ്ത്തും ബ്രെഡ്ത്തും ഉള്ളത്. ഇവിടെ വരുന്നത് നീളമാണ്. ഇത് കാണുന്നത് ഈ ഡെപ്ത് എത്രയാണോ അതാണ് ഇവിടെ കാണുന്നത്. ഇനി നോക്കിയേ, നമുക്കൊരു ഐ സെക്ഷൻ ആണ് ബീമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നോക്കിയേ, ഐ സെക്ഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ താഴെയും ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നുള്ള വ്യൂവില് നിങ്ങൾക്ക് എന്ത് ഷേപ്പാ കാണാൻ പറ്റുക? എന്ത് ഷേപ്പാ കാണാൻ പറ്റുന്നേ? ഒരു ഐ ഷേപ്പ് അല്ലേ കാണാൻ പറ്റുന്നേ? ഇത് ക്രോസ് സെക്ഷനിലാണ് നിങ്ങൾ ഐ കാണുന്നത്. ഈ ഐയുടെ ഷേപ്പാണ് ഈ ഭിത്തിയിലോട്ട് കയറി ഇരിക്കുന്നത്. ഈ ഐയുടെ ഷേപ്പാണ് ഭിത്തിയിലേക്ക് കയറി ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബീം, ഇത് ഐ സെക്ഷൻ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഐ സെക്ഷൻ എന്തൊക്കെയുണ്ട്? ഫ്ലാഞ്ച് ഉണ്ട്. അതായത് മുകളിലത്തെ ബുക്ക് ഫ്ലാഞ്ച് ആണ്, ഈ താഴത്തെ ബുക്കും ഫ്ലാഞ്ച് ആണ്, ഈ നടുക്കത്തെ വെർട്ടിക്കലായിട്ടിരിക്കുന്നത് വെബാണ്. അപ്പൊ ഫ്ലാഞ്ചിന്റെ തിക്നെസ്, ഈ ബുക്കിന്റെ തിക്നെസ്, അതിന്റെ പേപ്പറിന്റെ ആ മൊത്തത്തിലുള്ള തിക്നെസ്, ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഫ്ലാഞ്ചിന്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള വിഡ്ത്ത്, ഫ്ലാഞ്ചിന്റെ ഡെപ്ത്, വെബിന്റെ ഡെപ്ത്, വെബിന്റെ തിക്നെസ്, അതുപോലെ ഈ ഫ്ലാഞ്ചിനും എത്രയാണെന്നുള്ളത്. അപ്പൊ ഇതിനെ, ഈ ബീമിനെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങോട്ടൊന്ന് നീളമുണ്ട്, ഇതിന് ഇങ്ങോട്ട് നീളമുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഐ സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതിന്റെ അവിടെ നിന്നുള്ള വ്യൂവിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാണുന്നത്? മുകളിലത്തെ ബുക്കിന്റെ ഒരു റെക്ടാങ്കിൾ കാണാം, താഴത്തെ ബുക്കിന്റെ ഒരു റെക്ടാങ്കിൾ കാണാം, ഏറ്റവും താഴത്തെ ബുക്കിന്റെ ഒരു റെക്ടാങ്കിൾ കാണാം. അതല്ലാതെ ഒരു ഐ സെക്ഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോഴാണ് ഇതൊരു ഐ സെക്ഷൻ ആയിട്ട് തോന്നുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഐ സെക്ഷന്റെ, അപ്പൊ ബീമിന്റെ നമ്മൾ പറയാം ഐ സെക്ഷൻ, അതിന്റെ ഡയമെൻഷൻ, ഫ്ലാഞ്ചിന്റെ വെബിന്റെ ഒക്കെ ഡയമെൻഷൻസ് തരികയാണ്. അപ്പൊ ലെങ്ത് അല്ലല്ലോ തരുന്നേ, ഇതിന്റെ ക്രോസ് സെക്ഷനിലുള്ള ഡയമെൻഷൻസ് ആണ് തരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, അങ്ങനെ നമുക്ക് ഓരോ ബീമിനെയും അതിന്റെ പേര് കൊടുക്കുന്നത് അതിന്റെ ക്രോസ് സെക്ഷൻ, അതിന്റെ സെക്ഷൻ ചെയ്യുമ്പോൾ ഏത് ഷേപ്പാണോ കിട്ടുന്നതെന്ന് നമ്മൾ നോക്കും. അങ്ങനെയാണ് കിട്ടുന്നത്. സ്പാൻ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അത് എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ലെങ്ത് എന്നുള്ളത് സ്പാനിന്റെ അനുസരിച്ച് ആ നീളം, ലെങ്ത് അല്ല, നമ്മൾ ക്രോസ് സെക്ഷൻ ആണ് കൂടുതലും ബീമിന്റെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോഡ് കാണാനൊക്കെയുള്ള പ്രോബ്ലത്തിൽ ലെങ്ത് തരാറുണ്ട്. അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പം മനസ്സിലാക്കി തരാം. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. അപ്പം തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബീമിൻ്റെ കേസ് പഠിക്കുമ്പം അവിടെ ഷിയർ ഫോഴ്സും ഉണ്ട്, ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കാര്യം പറയുമ്പം ബെൻഡിങ്ങിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ബെൻഡിങ്ങിൻ്റെ കാര്യം അവിടെ ഷിയർ ഫോഴ്സ് ഉണ്ട്, പക്ഷേ ഷിയർ ഫോഴ്സ് 0 ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഞാൻ അസ്യൂം ചെയ്യണം, എൻ്റെ അസംഷനാണ് ഷിയർ ഫോഴ്സ് അവിടെ 0 ആണെന്നുള്ളത്. മനസ്സിലായല്ലോ? അതായത് ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ട്, ബട്ട് ബെൻഡിങ്ങിൻ്റെ കാര്യം മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം പ്രീവിയസ് ഇയേഴ്സിൽ, അതായത് S1 ഉണ്ട്, S2 ഉണ്ട്, ഇപ്പം നിങ്ങൾ S3 ആയപ്പം പിന്നെ ഇപ്പം S2 സെമിസ്റ്ററിലെ മാത്രം സപ്ലൈ അരിയർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അരിയർ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം S1 അരിയർ ഉണ്ട്, S2 അരിയർ ഉണ്ട്. ഞാൻ പറയുകയാണ്, അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് S3 മാത്രം കൺസിഡർ ചെയ്യുക, പഠിക്കുക. ആ അരിയർ നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഈ S3 സബ്ജക്റ്റ് മാത്രം പഠിക്കുക എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അരിയർ ഇല്ല എന്നാണോ? അല്ല. S3 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. S1 അരിയറും S2 അരിയറിനെ കുറിച്ച് ചിന്തിക്കാതെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് S3 കറണ്ട് സബ്ജക്റ്റ് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് അതൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ അവിടെ ഇവിടെ എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് S3 കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മളിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് S1 അരിയർ ഇല്ലെന്നും S2 അരിയർ ഇല്ലെന്നല്ല പറയുന്നത്, S3 മുന്നോട്ട് പോകാൻ എന്ന് പറയുന്ന പോലെ ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ട്, ബെൻഡിങ് മൊമെന്റും അവിടെ ഉണ്ട്. പക്ഷേ ഷിയർ ഫോഴ്സ് നമ്മൾ എന്തായിട്ടെടുക്കും? ഷിയർ ഫോഴ്സ് 0 ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ബെൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബെൻഡിങ് സ്ട്രെസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് അവിടെ 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് അപ്പം അവിടെ
ഷിയർ ഫോഴ്സ് ഇല്ല, ഷിയർ ഫോഴ്സ് 0 ആണ്. ഷിയർ ഫോഴ്സ് 0 ആണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വരുമ്പോൾ അവിടെ ബെൻഡിങ് മാത്രമേ ഉള്ളൂ, ഒരു മായവും ചേർന്നിട്ടില്ല, അവിടെ ബെൻഡിങ് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് പ്യുവർ ബെൻഡിങ് എന്നാണ് പറയുക. പ്യുവർ ബെൻഡിങ്, തിയറി ഓഫ് പ്യുവർ ബെൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. നമ്മുടെ അസംഷൻ ആണ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മളിപ്പം അസ്യൂം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനിയും തുടങ്ങാം. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിലേക്ക് പോവാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ? ബെൻഡിങ്ങിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് പ്യുവർ ബെൻഡിങ് അല്ലെങ്കിൽ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ഇനി ഇതിനകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടിയത് ഒരു ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്. ബെൻഡിങ് ഇക്വേഷൻ. അപ്പൊ ബെൻഡിങ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് ഉറക്കത്തിലും പറയേണ്ട ഒരു ഫോർമുലയാണ് M/I is equal to E/R is equal to F/Y. ഇതാണ് ബെൻഡിങ് ഫോർമുല. M/I is equal to F/ അല്ലെങ്കിൽ E/R is equal to F/Y. അതായത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന്റെ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പൊ നമുക്ക് M എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ബെൻഡിങ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ M. I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ക്യാപിറ്റൽ I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. F എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്. Y എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം, ഒരു ഡിസ്റ്റൻസ് ആണ്. എന്താണെന്ന് ഞാൻ പറയാം. M മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, I മൊമെന്റ് ഓഫ് ഇനേർഷ്യ, E യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, R എന്ന് പറയുന്ന ഒരു റേഡിയസ് ആണ്, F എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്, Y എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്കിനി ഇത് എങ്ങനെ ഡിറൈവ്, ഇതാണ് ബെൻഡിങ്, ഇതിന്റെ പേര് ബെൻഡിങ് ഫോർമുല. ഇതെങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലേക്ക് പോവാം. അപ്പം നോക്കിയേ, ഇങ്ങനെ ഒരു ബീം, ഈ ഒരു ബീമിനെ ഞാനൊരു കുറച്ച് ഭാഗം കട്ട് ചെയ്തിങ്ങെടുക്കുക. ഈ ഒരു ബീമിന്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗം നീക്കി ഇവിടെ ഇങ്ങനെ കട്ട്. അപ്പൊ ഏകദേശം ഇത്രയും നീളമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്ന ബീമിന്. കംപ്ലീറ്റ് L എന്ന് പറയുന്ന നീളമില്ല. അപ്പൊ ഇത്ര ഒരു ചെറിയ പോർഷൻ എടുത്താണ് ഞാനിത് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഇനി നിങ്ങളോട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഈ തുണിയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന അയ, അല്ലെങ്കിൽ തുണി ഇടാൻ കയറ് കെട്ടത്തില്ലേ? അപ്പൊ ഇപ്പൊ ഒരു കയറ് ഒരു എൻഡി കെട്ടി വേറൊരു എൻഡി കെട്ടി ആ കയർ ഇങ്ങനെ നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്താണ് അയ കെട്ടുന്നത്. കാരണം ഒട്ടും ലൂസ് ആകാത്ത രീതിയിലാണ് നമ്മൾ അയം വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുക. അതിൽ തുണിയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. തുണിയൊന്നും ഇടാതിരിക്കുമ്പോൾ ആ അയ എങ്ങനെ ആയിരിക്കും ഇരിക്കുക? പെർഫെക്റ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അയലോട്ട് ഞാൻ നല്ല വെയിറ്റ് ഉള്ള ഒരു, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും വെയിറ്റ് ഒരു ജീൻസ് ടൈപ്പ് മെറ്റീരിയൽ എന്തെങ്കിലും അതേലോട്ട് അങ്ങ് ഇടുക എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന അയലോട്ട് ഞാനൊരു തുണി ഇവിടെ വിരിച്ചു കഴിഞ്ഞപ്പം അത് ഇങ്ങനെയാവും അല്ലേ? സാഗ് ചെയ്യും. അപ്പൊ അത് ഇതിനെ എന്താ പറയുക? ബെൻഡ് ചെയ്യുക എന്ന് പറയും. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്തിരിക്കുക. ഒറിജിനൽ പൊസിഷൻ ഇതായിരുന്നു, അത് ഒറിജിനൽ പൊസിഷനിൽ നിന്ന് അത് ഡിഫ്ലക്ട് ചെയ്തു വന്നു. അപ്പൊ ഇതിനെയാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ തുണി ഇടുന്ന അയയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇതാണ് നമ്മുടെ ഒരു ബീം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബീമിന് എന്താ, ഈ ലോഡ് വരുന്നുടനെ ഇങ്ങനെയാണ് ബീം ഇരിക്കുന്നതെങ്കിൽ ഈ ബീം ലോഡ് വരുന്നുടനെ ഇങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്, ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സർക്കിളിന്റെ ഒരു പാർട്ട് അല്ലേ? അതെ, ഈ ഷേപ്പ് ഒരു ആർക്കാണ്. ഈ ആർക്ക് വരയ്ക്കണമെങ്കിൽ എവിടോ ഒരു
വെച്ചിട്ട് അതെ ഈ ആർക്ക് വരയ്ക്കാൻ പറ്റുക അല്ലേ? ഇതൊന്നും ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു സർക്കിളിന്റെ ഒരു പാർട്ട്, ഒരു ആർക്കിന്റെ ഷേപ്പിലേക്ക് പോയി. ആ ആർക്ക് നമുക്കിപ്പോ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ ഈ ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കണമെങ്കിൽ എവിടെ ആയിരിക്കണം സെന്റർ? ഇവിടെ വെച്ചോണ്ട് നമുക്ക് ഇങ്ങനെ ആർക്ക് വരയ്ക്കാൻ പറ്റും? ഇവിടെ വെച്ചോണ്ട് സെന്റർ ആക്കിക്കൊണ്ട് ഇല്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സെന്റർ ആക്കിക്കൊണ്ട് വേണം ഇങ്ങനെ ആർക്ക് വരയ്ക്കാൻ. അപ്പൊ ബീം ബെൻഡ് ചെയ്യുന്നത് ഒരു ആർക്ക് ഷേപ്പിലായിരിക്കും ബീം ബെൻഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഞാനിപ്പോ റെക്ടാങ്കുലർ ബീമിന്റെ കാര്യം പറഞ്ഞപ്പം റെക്ടാങ്കുലർ ഷേപ്പ് ഇങ്ങനെ അങ്ങോട്ടങ്ങ് നീളം കാണും റെക്ടാങ്കുലർ ബീമിന്. അപ്പൊ ഇത് ക്രോസ് സെക്ഷൻ, ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ. ഡയമെൻഷൻ തരുന്നത് ഇത് ബി, ഇത് ഡി ആയിട്ടായിരിക്കും തരുന്നത് അല്ലേ? ഇനി ഒരു ഐ സെക്ഷൻ ആണ് വരുന്നതെങ്കിൽ, ഒരു ഐ സെക്ഷൻ ആണ് ബീമിന്റെ ക്രോസ് സെക്ഷൻ വരുന്നതെങ്കിൽ ആ ഐ സെക്ഷന്റെ നീളം ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോകും. അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ അതൊരു ഐ സെക്ഷൻ ആയിട്ട് തോന്നത്തില്ല. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ളതാണ് ലെങ്ത്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് ലെങ്ത്. ഇതെന്ന് പറയുന്നത് ഇത് ഫ്ലാഞ്ച് വിഡ്ത്ത്, ഇത് ഫ്ലാഞ്ചിന്റെ തിക്നെസ്, ഇത് വെബിന്റെ തിക്നെസ്, വെബിന്റെ ഡെപ്ത്, ഫ്ലാഞ്ചിന്റെ അങ്ങനെ ഡയമെൻഷൻസ് തരും. അപ്പൊ നോക്കിയേ, ഇങ്ങനെയുള്ള ഒരു ബീമിന്റെ ഇത് നീളമല്ലേ അങ്ങോട്ട്, ഞാൻ ഇത്രയും കട്ട് ചെയ്ത് ഈ പോർഷൻ മാത്രം എടുക്കുകയാണ്. ഈ ബീമിന്റെ ഇത്രയും പോർഷൻ മാത്രം എടുക്കുക, ഈ ചെറിയൊരു പോർഷൻ. മൊത്തം ലെങ്ത് എൽ ഉള്ളതിനകത്തുനിന്ന് ഒരു ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഞാൻ എടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു പോർഷൻ എടുത്തപ്പം ഇതുപോലെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ. ആ ബീമിന് എന്തൊക്കെ ഡയമെൻഷൻസ് ഉള്ള? ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു നീളമുണ്ട് അല്ലേ, ഒരു ഡെപ്ത് ഉണ്ട് ഇവിടുന്ന് നിങ്ങൾ നോക്കുമ്പോൾ. അപ്പൊ ഞാൻ അത്രയും മാത്രം ഒന്ന് വരയ്ക്കുക. ഇനിയിപ്പോ ഇതിൽ നിന്ന് ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ റെക്ടാങ്കിൾ മാത്രം, നിങ്ങൾ അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ റെക്ടാങ്കിൾ മാത്രം വരച്ചാൽ മതിയല്ലോ. അപ്പൊ നോക്കിയേ, ആ റെക്ടാങ്കിൾ മാത്രം ഞാൻ വരയ്ക്കുകയാണ്. ഈ ബീമിന്റെ അപ്പർ പോയിന്റിന് ഞാൻ എ ബി, വളരെ സിമ്പിൾ ആണ് ഈ ഡെറിവേഷൻ, അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. എ ബി സി ഡി എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഇതിന്റെ ഈ കൃത്യം നടുക്കൂടെ പോകുന്ന ഒരു ലൈൻ ഉണ്ട്. ഇതിന് ഞാൻ ഇ എന്ന് കൊടുക്കുന്നു, ഇത് ഞാൻ എഫ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നോക്കി ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം. എ ബി, ഇതിങ്ങനെ ബീമിന്റെ ഒരു സെക്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. ഓക്കെ, വേറൊരു ലെയർ കൂടെ എടുക്കുന്നു. മനസ്സിലായില്ലേ? വേറൊരു ലെയർ കൂടെ എടുക്കുന്നു. അപ്പൊ ഇതിന് ഞാൻ ഒരു ബീമിന്റെ അപ്പർ സർഫസ്, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ബീം ആണെന്നുണ്ടെങ്കിൽ ഈ ബീമിന്റെ ഇത് ഇങ്ങോട്ട്, ഈ ബീമിന് ഇങ്ങോട്ട് നീളമുണ്ട്, അങ്ങോട്ട് നീളമുണ്ട്. അതിനകത്തെ ഒരു ചെറിയ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അതിന്റെ അപ്പർ പോയിന്റ് എ, ഇത് ബി, ഇത് സി, ഇത് ഡി എന്നാണ് ഞാൻ മാർക്ക് ചെയ്തത്. മനസ്സിലായല്ലോ? ഇനിയുള്ള ഒരു കാര്യം, ഒരു ബീം എന്ന് പറയുന്നത്, ബീമിൽ ലോഡ് വരുമ്പം ഇതിൽ ലോഡൊന്നും ഇല്ലാത്ത കണ്ടീഷൻ, അത് ഇങ്ങനെ ഇരിക്കുക, ഇതിൽ ലോഡൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബീം. മനസ്സിലായല്ലോ? അയയിൽ തുണി ഇട്ടിട്ടില്ല, അപ്പൊ അയ സ്ട്രെയിറ്റ് ആണ്. ആ ഒരു കണ്ടീഷനാണ് ഇത്. അതായത് ഇങ്ങനെ ഇരിക്കുക. ഇനി ഇതിലോട്ട് ലോഡ് വന്നപ്പം ബീം എന്ത് ചെയ്തു? ഇങ്ങനെ ബെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ബീം ഒത്തിരി ലെയർ ചേർന്നതാണെന്ന് വിചാരിച്ചേ. അപ്പർ മോസ്റ്റ് ലെയർ ആണിത്. ഈ ബുക്കിനെ കൂട്ട് തന്നെ ചിന്തിച്ചേ. ഇതൊരു ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തെ, 5, 6 ഇങ്ങനെ ലെയർ ഉണ്ട്. അപ്പൊ ഈ ടോട്ടൽ ഈ ബുക്കിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 200 പേജിന്റെ ബുക്കാണെങ്കിൽ 200 ലെയർ ഉണ്ട് ഇതിനകത്ത് അല്ലെ? ഈ 200 ലെയറിന്റെ ഒന്നാമത്തെ ലെയർ ആണിത്. ഇത് 200ാമത്തെ ലെയർ ആണ് ഇത് അല്ലെ? അപ്പൊ നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ ബീമിനെ കുറിച്ച് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യാനാ പറഞ്ഞത്. എന്നിട്ട് നോക്കിയേ, ഇതിനെ ഇങ്ങനെ ബെൻഡ് ചെയ്തു. ലോഡ് വന്നപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്തു.
ബെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ സപ്പോർട്ടിൽ ഇരിക്കുക, ഇങ്ങനെ സപ്പോർട്ടിൽ ഇരിക്കുമ്പോൾ ഈ സപ്പോർട്ടിൽ നിന്ന് മാറുന്നില്ല. ഇതിങ്ങനെ ഫിക്സഡ് ആവാം, സിംപ്ലി സപ്പോർട്ടഡ് ആവാം, എന്തും ആയിക്കോട്ടെ. ഈ സപ്പോർട്ടിൽ ഇങ്ങനെ ഇരിക്കും, ഈ സപ്പോർട്ടിന് യാതൊരു മാറ്റമില്ല. പക്ഷെ ലോഡ് വന്നപ്പോൾ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇത് ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്തപ്പം ഈ അപ്പർ ലെയറിനും ലോവർ ലെയറിനും വന്ന വ്യത്യാസം പറയാമോ? ഈ മുകളിലത്തെ ലെയറിനും ഏറ്റവും താഴത്തെ ലെയറിനും വന്ന ചേഞ്ച് എന്താണെന്ന് പറയാമോ? നോക്കിയേ, ഈ താഴത്തെ ലെയർ എങ്ങനെയാ നിൽക്കുന്നേ? വലിഞ്ഞാ നിൽക്കുന്നേ അല്ലേ? മാക്സിമം വലിഞ്ഞാണ് നിൽക്കുന്നത് താഴത്തെ ലെയർ. അതേസമയം മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് മുറുകിയായിരിക്കുന്നേ, കോൺട്രാക്ട് ചെയ്തു, ചുരുങ്ങിയായിരിക്കുന്നേ മുകളിലത്തെ ലെയർ. മനസ്സിലായല്ലോ? അപ്പൊ നോക്കി, ഈ ഫിഗർ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 200ാമത്തെ ലെയർ എന്ന് പറയുന്നത് മാക്സിമം വലിഞ്ഞ് നീട്ടിയായിരിക്കുന്നത്, നീണ്ടു വലിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നീളം കൂടിയെന്ന് അതിനർത്ഥം അല്ലേ? ഏറ്റവും മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് ചുരുങ്ങിയായിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഒരു ബീമിൽ ലോഡ് വരുന്ന ഉടനെ ഏറ്റവും താഴത്തെ ലെയറിനെല്ലാം നീളം കൂടാനുള്ള ചാൻസ് ആണ്, ഏറ്റവും മുകളിലത്തെ ലെയറിന് നീളം കുറയാനുള്ള ടെൻഡൻസിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വരുമ്പം ഒന്ന് നോക്കി ആ നീളത്തിന്റെ ഡിഫറൻസ്. ഈ 200ാമത്തെ ഇതിനുണ്ടായ നീളം കൂടുതൽ വേറെ ഏതെങ്കിലും ലെയറിനുണ്ടായിട്ടുണ്ടോ? ഈ 199ാമത്തെ ലെയറിനുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതിനേക്കാളും ഇതിന്റെ ലെയറിന്റെ നീളം എന്ന് പറയുന്നത് കുറവായിരിക്കും. ഈ 1ാമത്തെ ലെയറിന് ചുരുങ്ങിയതുപോലെ ഈ 2ാമത്തെ ലെയർ ചുരുങ്ങിയിരിക്കുവോ? ഇല്ല. അപ്പൊ ഇതിനകത്തെ മാക്സിമം എന്താ സഹിച്ച ലെയേഴ്സ് ഏതൊക്കെയായിരിക്കും? മാക്സിമം പിന്നെ സ്ട്രെസ് അനുഭവിച്ച ലെയേഴ്സ് ഏതൊക്കെയായിരിക്കും? പ്രയാസം അനുഭവിച്ചത്, ഫോഴ്സ് കൊടുത്തപ്പോൾ പ്രയാസം അനുഭവിച്ച ലെയേഴ്സ് ഇതും 1ാമത്തതും 200ാമത്തേതുമായിരിക്കും. ഇതിന്റെ അത്രയും ചുരുങ്ങേണ്ടി വരത്തില്ല 2ാമത്തേന്, അതിന്റെ അത്രയും ചുരുങ്ങേണ്ടി വരത്തില്ല 3ാമത്തേന്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ വരുന്തോറും നീളത്തിലുള്ള വ്യത്യാസം താഴോട്ട് കൂടിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നോക്കിയേ, ഒരു പിന്നെ പോയിന്റ് എന്ന് പറയുന്നത് ഈ 200 പേജുള്ള ബുക്കിലെ ഞാൻ പറഞ്ഞു ഏറ്റവും 1ാമത്തെ പോയിന്റിനാണ് ഏറ്റവും ചുരുങ്ങുന്നത്, ഏറ്റവും 200ാമത്തെ ലെയറാണ് ഏറ്റവും വലിഞ്ഞു നിൽക്കുന്നത്, നീളം കൂടിയേക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതിനിടയ്ക്ക് ഒരു 100ാമത്തെ ലെയർ ഇല്ലേ? ഒരു 100ാമത്തെ ലെയർ ഉണ്ട്. അതാണ് ഇത്. ഇങ്ങോട്ട് 99 എടുത്തു, ഇത് 100, ബാക്കി ഇങ്ങോട്ട് 100. 100ാമത്തെ ലെയർ എടുക്കുന്നു എന്ന് വിചാരിച്ചോ, ഏറ്റവും ഇടയ്ക്കുള്ള ലെയർ. ആ ലെയറിന് യാതൊരു മാറ്റവും വരത്തില്ല. ബെൻഡ് ചെയ്താലും ഇതിന് ബിഫോർ ലോഡിങ്ങും ആഫ്റ്റർ ലോഡിങ്ങും ആ 100ാമത്തെ ലെയറിന് ഒരു മാറ്റവും വരത്തില്ല. അപ്പൊ ഈ 100ാമത്തെ ലെയറിന്റെ തൊട്ടു താഴത്തെ ലെയർ ഏതാ? 101ാമത്തെ ലെയർ ഇച്ചിരി നീളം കൂടും, 102ാമത്തെ ലെയർ ഇച്ചിരൂടെ നീളം കൂടും, 103ാമത്തേന് ഇച്ചിരൂടെ കൂടും. നമ്മുടെ നമ്പർ സ്കെയിലില് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കൊരു 0 ഇല്ലേ എന്ന് പറയുന്നത്, 0യ്ക്ക് മുകളിലോട്ട് വേറെ, 0യ്ക്ക് വലത്തോട്ട് പോസിറ്റീവ്, 0യ്ക്ക് ഇടത്തോട്ട് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ ഈ 100ാമത്തെ ലെയറിന് ഒരു മാറ്റവും ഇല്ല. താഴോട്ട് വരുന്തോറും നീളം കൂടി വന്നിട്ട് ഏറ്റവും 200ാമത്തെ ലെയറിന് ഏറ്റവും നീളം കൂടും. ഈ 99ാമത്തെ ലെയർ 100ന് മാറ്റമില്ല, 99ാമത്തെ ലെയർ ചുരുങ്ങി, 98ാമത്തെ വീണ്ടും ചുരുങ്ങി, 97ാമത്തെ വീണ്ടും ചുരുങ്ങി. അങ്ങനെ ഏറ്റവും 1ാമത്തെ ലെയറാണ് ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഈ ഒരു ഫോഴ്സ് ഈ ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഫോഴ്സ് എന്ത് തരം ഫോഴ്സാ? ടെൻസൈൽ ഫോഴ്സാ, വലിച്ചു നീട്ടുന്ന ഫോഴ്സ്, ടെൻസൈൽ. ഇനി ഒന്നിനകത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ ഏത് ഫോഴ്സാ ഉണ്ടാകുക? കംപ്രസീവ് ഫോഴ്സ്, കംപ്രഷനാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ എല്ലായിടത്തും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഷിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ ഷിയർ ഫോഴ്സ് 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബീമിന്റെ കേസിൽ അപ്പർ മോസ്റ്റ് ലെയറിലോട്ട് പോകുന്തോറും നീളം ചുരുങ്ങി വന്ന് ഏറ്റവും ടോപ്പിൽ നീളം ഏറ്റവും കുറവായിരിക്കും. ലോവർ മോസ്റ്റ് പോയിന്റിലേക്ക് ഒരു സെന്ററിൽ നിന്ന് സെന്റർ എന്ന് പറയുന്നത് സിമെട്രിക്കൽ ആണെങ്കിലുള്ളത് ഞാൻ പറയാം, അതൊക്കെ ഓക്കെ. ഈ 100ാമത്തെ ലെയറിൽ നിന്ന് താഴോട്ട് പോകുന്തോറും നീളം കൂടി വന്നിട്ട് ഏറ്റവും താഴത്തെ പോയിന്റിന് ലെയറിനാണ് നീളം കൂടുതൽ. അപ്പം ഈ നടുക്കത്തെ ഈ 100ാമത്തെ ലെയർ ഇല്ലേ, ഈ ലെയർ 100ാമത്തെ ലെയറിന് പറയുന്നത് ന്യൂട്രൽ ലെയർ എന്നാണ്. ന്യൂട്രൽ ലെയർ എന്നാണ് പറയുക. ന്യൂട്രൽ ലെയർ ഓക്കെ. ഇനി നോക്കിക്കേ, ഈ ന്യൂട്രൽ ലെയർ, അപ്പൊ ഈ പ്ലെയിനിന് എന്ത്
പറയുന്നതെന്നറിയോ? ന്യൂട്രൽ പ്ലെയിൻ എന്ന് പറയാം. അവിടെ നിന്ന് നോക്കിയാൽ ഈ ന്യൂട്രൽ ലെയർ വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അതല്ലാതെ ഈ ന്യൂട്രൽ പ്ലെയിൻ കാണുന്നത് ഇത് ഈ 100ാമത്തെ പേജിന്റെ ഈ പ്രതലത്തിനാണ് ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമ്മൾ ക്രോസ് സെക്ഷനാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഈ ന്യൂട്രൽ ലെയറിന്റെ ഇതിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കുലർ ഷേപ്പ് വരുന്നത് ഇവിടെ അല്ലേ? അപ്പൊ നോക്കി, ഈ 100ാമത്തെ ലെയറിന്റെ ഒരു ലൈൻ ഇല്ലേ ക്രോസ് സെക്ഷനകത്ത്? ഈ ബുക്കിന്റെ ലെങ്ത് അല്ല, ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ എങ്ങനെയാ വരിക? ഇത് ക്രോസ് സെക്ഷൻ ആണ്. ഇത് 100ാമത്തെ ലെയർ, 200ാമത്തെ ലെയർ, 1ാമത്തെ നടുക്ക് 100ാമത്തെ ലെയർ എന്ന് വിചാരിച്ചു. ഈ 100ാമത്തെ ലെയർ കാണുന്നത് എങ്ങനെയാ? ഈ ഒരു ലൈൻ അല്ലേ? ഒരു ലൈനായിട്ടല്ലേ കാണുള്ളൂ. ഈ 100ാമത്തെ ലെയർ ഒരു ലൈനായിട്ടാണ് കാണുന്നത്. ആ ലൈനിന് പറയുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയും. ന്യൂട്രൽ ആക്സിസിൽ എന്ത് വ്യത്യാസമില്ല? നീളത്തിന് വ്യത്യാസമില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലേക്ക് നീളം കുറയും, ന്യൂട്രൽ ആക്സിസിന്റെ താഴേക്ക് നീളം കൂടും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇനി വീണ്ടും ഇതിലേക്ക് വരികയാണ്. ബീമിന്റെ ക്രോസ് സെക്ഷൻ അല്ല ഈ വരച്ചിരിക്കുന്ന, ഈ ഒരു ഞാൻ ഇത്രയും വെച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എടുത്തിട്ടുള്ള എ ബി സി ഡി ഞാൻ മാർക്ക് ചെയ്തു. ഇനി ആ 100ാമത്തെ പോയിന്റ് എന്ന 100ാമത്തെ ലെയറിന്റെ ന്യൂട്രൽ ലെയറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എഫ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ലെയർ കൂടെ എടുത്തു, അതായത് 75ാമത്തെ ലെയർ. മുകളിൽ നിന്നാണ് എണ്ണം താഴോട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ 75ാമത്തെ ലെയർ എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ കൺസിഡർ ചെയ്തതാ 75ാമത്തെ. അപ്പൊ നോക്കുക, ആ 75ാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറിയാണ്. എത്ര വ്യത്യാസമുണ്ട്? നമ്മളിപ്പോ പറയത്തില്ലേ 75 എന്നല്ല ഞാൻ പറഞ്ഞത്, 125ാമത്തെ ലെയർ എടുത്തു. 125ാമത്തെ ലെയർ എടുത്തു. അപ്പൊ നോക്കിയേ, ഇത് 100ാമത്തെ ലെയർ ആണ്, ഇത് 125ാമത്തെ ലെയർ ആണ് ഞാൻ എടുത്തത്. ഈ 125ാമത്തെ ലെയർ എന്ന് പറയുമ്പം ഈ 100ഉം 125ഉം തമ്മിലുള്ള വ്യത്യാസം 25, 24 ഇല്ലേ? ആ വ്യത്യാസമാണ് y എന്ന് പറയുന്നത്, ദൂരം. ഇവിടെ ദൂരം, ആ y ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കൺസിഡർ എ ബീം സെക്ഷനിലെ ബീം ഓഫ് ലെങ്ത് ഡെൽറ്റ എൽ അല്ലേ? അപ്പൊ നമുക്ക് ഇത് ബിഫോർ ലോഡിംഗ് ആണ്. ഇത് ലോഡ് ഇതിൽ ആക്ട് ചെയ്തിട്ടില്ല. ഇത് ലോഡ് ആക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കണ്ടീഷൻ എന്താണെന്നറിയോ? എ ബി ഈസ് ഈക്വൽ ടു ഇ എഫ് ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു, ഇത് ജി എച്ച് എന്ന് ഞാൻ കൊടുക്കുന്നു, ജി എച്ച്. എല്ലാ ലെയറിന്റെ ഇതിൽ ലോഡ് ആക്ട് ചെയ്തിട്ടില്ല, എല്ലാ ലെയറിനും ഒരേ നീളമാണ്. എ ബി എന്ന് പറയുന്നത് തന്നെ ആണ് സെൻട്രൽ ലൈനിൽ കൂടെ പോകുന്ന ഇ എഫ്, ഏറ്റവും താഴെ പോകുന്ന സി ഡി, പിന്നെ ഇടയ്ക്കൂടെ പോകുന്ന ജി എച്ച്, എല്ലാം ഒരേ നീളമാണ് ബിഫോർ ലോഡിംഗ്. ഇനി കഥയെല്ലാം മാറുന്നത് എവിടെയാണ്? ഇതിൽ ലോഡ് അങ്ങോട്ട് ആക്ട് ചെയ്തപ്പോൾ ഇവിടോട്ട് ഞാൻ ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ വരയ്ക്കാം. ലോഡ് ആക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഇതിങ്ങനെ ബെൻഡ് ചെയ്തു. ബെൻഡ് ചെയ്തപ്പം ഇങ്ങനെയാവാൻ പോയി. ഓക്കെ, ഇങ്ങനെ പിന്നെ ബെൻഡ് ചെയ്തപ്പം അപ്പർ താഴത്തെ പോയിന്റ് ഇങ്ങനെ ആയി, മുകളിലത്തെ പോയിന്റ് ചുരുങ്ങി, നീളം കുറഞ്ഞു, താഴത്തത് നീളം കൂടി. ഇത് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ നീളത്തില് വ്യത്യാസം വരുന്നില്ല. ഇത് എന്ത് ലെയർ ആണ്? ന്യൂട്രൽ ലെയർ. ബിഫോർ ലോഡിങ്ങും ആഫ്റ്റർ ലോഡിങ്ങും ആ ന്യൂട്രൽ ലെയറിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ എ ബി എന്നുള്ളത് എങ്ങനെ മാറി? എ ഡാഷ് ബി ഡാഷ് ആയി. സി ഡി എന്നുള്ളത് എന്തായി? സി ഡാഷ് ഡി ഡാഷ് ആയി അല്ലേ? ഈ എഫ് എന്നുള്ളത് ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് എഴുതുന്നു, പക്ഷെ ഇ ഡാഷ് എഫ് ഡാഷ് എന്തിന് ഈക്വൽ ആണ്? ഈ എഫിന് ഈക്വൽ ആണ്. അപ്പൊ നോക്കി, ഇവിടെ ഒരു ലെയർ നമ്മൾ കൺസിഡർ ചെയ്തില്ലേ? ആ ലെയർ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഇവിടുന്ന് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y മാറിയുള്ളത് ജി ഡാഷ് എച്ച് ഡാഷ് എന്ന് ഞാൻ കൊടുക്കുന്നു.
നോക്കാൻ ഇതിങ്ങനെ ബെൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ആർക്കാണ്. ആർക്കായി മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും ന്യൂട്രൽ ലെയറിന് മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളതും എല്ലാം ബെൻഡ് ചെയ്തു, ഒരു ആർക്കിന്റെ ഷേപ്പായി. അപ്പൊ അതിനൊരു സെന്റർ ഉണ്ട്. ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സെന്റർ മുകളിലായിരിക്കണം. ആ സെന്റർ ഞാൻ ഓന്ന് മാർക്ക് ചെയ്തു. ആ സെന്റർ വെച്ചാണ് നമ്മൾ ഈ ആർക്ക് വരയ്ക്കുന്ന ഈ ഓരോ ലൈൻസും വരയ്ക്കുന്നത് ആ സെന്റർ വെച്ചാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെന്റർ തൊട്ട് ഈ ന്യൂട്രൽ ലെയർ വരെയുള്ള ദൂരം റേഡിയസ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. റേഡിയസ് ആ കർവേച്ചറിന്റെ ആ ആർക്കിന്റെ റേഡിയസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഈ O എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ സബ്ടെൻഡഡ് ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. തീറ്റ ആർക്കിന് ഈ ആംഗിളിന് ഈ ഇൻക്ലൂഡഡ് ആംഗിളിന് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലും നമുക്ക് ഈ ലൈൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഇരുന്ന ഒരു പാവം ബീമായിരുന്നു. അതിൽ ലോഡ് വന്നപ്പോഴത്തേക്കുള്ള മാറ്റം പറഞ്ഞു ഇങ്ങനെയായപ്പോൾ ഇത് നീളം കുറഞ്ഞു, A', B' നീളം കുറഞ്ഞു, താഴത്തത് നീളം കൂടി. അപ്പൊ ഈ ആർക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഒരു സെന്റർ വെച്ചിട്ടാണ് ഈ ആർക്ക് വരയ്ക്കുന്നത്. ആ സെന്ററാണ് ഞാൻ മുകളിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സെന്റർ കണ്ടുപിടിച്ചു. ആ സെന്റർ കണ്ടുപിടിച്ചിട്ട് ആ സെന്ററിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ദൂരമാണ് R എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ നോക്കിയേ, ഇതിനകത്തുള്ള പറയുന്നത് ഈ ആർക്കിന്റെ നീളം, ഒരു ചാപത്തിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ അറിയാമോ? ഇപ്പൊ ഇങ്ങനെ ഒരു സെന്റർ എടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഇവിടെ വെച്ചോണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. ഈ ആർക്കിന്റെ നീളം കാണണമെന്നുണ്ടെങ്കിൽ ഈ സെന്ററിന്റെ അവിടുന്നതേ ഇങ്ങനെ, ഇത് റേഡിയസ് ആണ് ഞാൻ എടുത്തത് ഈ ആർക്ക് വരയ്ക്കാൻ, അല്ലെ? റേഡിയസ് ആണ്. ഈ ഇവിടെ ഒരു ആംഗിൾ വരും, നമ്മളൊരു പർട്ടിക്കുലർ ആംഗിൾ എടുത്താണ് ഈ ആർക്ക് വരയ്ക്കുന്നതെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് ഇത് തീറ്റയും ആണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് r തീറ്റ എന്നാണ്. അത് ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലെങ്ത് ഓഫ് r is equal to radius into angle subtended, അല്ലേ? ഈ ആംഗിൾ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ലെങ്ത് നമുക്ക് കിട്ടുമല്ലോ. ഈ ലെങ്ത് E', F' അല്ലെങ്കിൽ നമുക്കിപ്പോ ഇതല്ലേ കൺസിഡർ ചെയ്യുന്നത്, G', അല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായി. നമ്മളിപ്പോ പറഞ്ഞത് ലെങ്ത് ചേഞ്ച് ചെയ്തു. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് G', എന്ന് പറയുന്ന G', എന്ന് പറയുന്ന ലെയറിന്റെ ആദ്യം ഒറിജിനലി GH ആയിരുന്നു, ഇപ്പൊ അത് G', ആയി, നീളം കൂടിയിട്ടുണ്ട്, അല്ലെ? അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആർക്കിൽ ആ ലെയറിൽ ഉണ്ടായിരിക്കുന്നത് ഒരു സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലോട്ട് സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ലെങ്ത് ഇവിടെ ഇരുന്ന GH ൽ നിന്ന് G', പോയപ്പോൾ there is a change in length, അല്ലേ? അപ്പം സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ E ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ E is equal to change in length by ഒറിജിനൽ ലെങ്ത് എന്നാണ്. അപ്പൊ നോക്കി, ചേഞ്ച് ഇൻ ലെങ്ത് ഏതിൽ നിന്ന് ഏതിലോട്ടാ മാറ്റം വന്നേ, എത്ര മാറ്റം വന്നത്? E is equal to ഇപ്പം G', നീളം കൂടിയിരിക്കുക. അപ്പൊ അത് ആദ്യം എഴുതാം, G', മൈനസ് ഒറിജിനലി അത് എങ്ങനെയായിരുന്നു, GH ബൈ ഒറിജിനൽ ലെങ്ത് GH, അല്ലേ? അങ്ങനല്ലേ? അപ്പൊ നോക്കിയേ, ഈ GH എന്ന് പറയുന്നത് എന്താണ്? ഈ GH എന്ന് പറയുന്നത് ന്യൂട്രൽ ലെയർ, അതായത് GH എന്ന് പറയുന്നത് GH എന്ന് പറയുന്നത് എന്താണ്? G', GH എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ഇവിടെ GH എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്, GH is equal to CD is equal to EF is equal to AB. നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് EF ഉം GH ഉം ഈക്വൽ ആയിരുന്നു. ബിഫോർ ലോഡിംഗ് EF എന്ന് പറയുന്നത് GH ആയിരുന്നു, അല്ലേ? ഇവിടെ അതിന് മാറ്റമൊന്നുമില്ല. EF is equal to GH is equal to E', F' എന്നല്ലേ? EF GH ന് ഈക്വൽ ആണ്. അത് തന്നെയല്ലേ E', F' മാറ്റമൊന്നുമില്ലല്ലോ.
ന്യൂട്രൽ ആക്സിസ് അല്ലേ, ന്യൂട്രൽ ലെയർ അല്ലേ. ആ ന്യൂട്രൽ ലെയറിന്റെ നീളത്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ഇ എഫിന് ഈക്വൽ ആണ്, ജി എച്ചിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? ജി ഡാഷ് എച്ച് ഡാഷ് മൈനസ് ജി എച്ചിന് പകരം എന്തെടുക്കാൻ പറ്റും? ഇ ഡാഷ് എഫ് ഡാഷ് ബൈ ജി എച്ചിന് പകരം ഇ ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ഇ ഡാഷ് എഫ് ഡാഷ്, ഇ ഡാഷ് എഫ് ഡാഷിന്റെ നീളം, ഈ ആർക്കിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇ ഡാഷ് എഫ് ഡാഷിന്റെ നീളം, ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നതിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ വരെയുള്ള റേഡിയസ് ഉണ്ട്, ഈ ആംഗിളും ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ തീറ്റ. ഞാൻ പറഞ്ഞായിരുന്നു ലെങ്ത് ഓഫ് ആർക്ക് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ അല്ലേ. അങ്ങനെയെങ്കിൽ ജി ഡാഷ് എച്ച് ഡാഷിന്റെ നീളം പറയാൻ പറ്റുമോ? ജി ഡാഷ് എച്ച് ഡാഷ്, ഇവിടെ വരെയുള്ള റേഡിയസ് എത്രയാണ്? ജി ഡാഷ് എച്ച് ഡാഷിന്റെ നീളം പറയാമോ? ഇവിടെ വരെയുള്ള റേഡിയസ് എത്രയാണ്? ആർ പ്ലസ് വൈ അല്ലേ. ഇവിടെ വരെയുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ വൈയുടെ കൂട്ടുന്നതല്ലേ. ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ, ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ ഇക്വേഷന്റെ ഇ ഈസ് ഈക്വൽ ടു ജി ഡാഷ് എച്ച് ഡാഷിന് എന്ത് വാല്യൂ കൊടുക്കും? ആർ പ്ലസ് വൈ തീറ്റ മൈനസ് ആർ തീറ്റ അല്ലേ, ഡിവൈഡഡ് ബൈ ഇ ഡാഷ് എഫ് ഡാഷ് എന്താണ്? ആർ തീറ്റ. ഇ ഡാഷ് എഫ് ഡാഷ് ആർ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, സ്ട്രെയിൻ ഇ ഈസ് ഈക്വൽ ടു ആർ തീറ്റ അല്ലേ പ്ലസ് വൈ തീറ്റ മൈനസ് ആർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ തീറ്റ. ആർ തീറ്റ മൈനസ് ആർ തീറ്റ ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്താ? വൈ തീറ്റ ബൈ ആർ തീറ്റ. ഈ തീറ്റയും തീറ്റയും ക്യാൻസൽ ആയി പോയി. therefore strain E is equal to y by r എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നൊന്ന് മാർക്ക് ചെയ്തേ. E is equal to y by r. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? നമ്മുടെ ഇതില് ബെൻഡിങ് സ്ട്രെസ്സിലേക്കാണ് പോകുന്നത്. ബെൻഡിങ് സ്ട്രെസ്, നമുക്കിപ്പോൾ സ്ട്രെയിൻ ആണ് കിട്ടിയിരിക്കുന്നത്. സ്ട്രെസ് കിട്ടാനായിട്ട് എന്താണ് വേണ്ടിയത്? സ്ട്രെസ് കിട്ടാനായിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? സ്ട്രെസും സ്ട്രെയിനും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താണ്? ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഇ. ഓക്കെ, അപ്പൊ നോക്കിയേ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ ആണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ സ്മോൾ ഇ അല്ലേ. സ്ട്രെയിനിന്റെ പൊസിഷൻ ഇ അല്ലേ. ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഹൂക്സ് ലോ ആ പറഞ്ഞത്, ഇതിന് ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ നോക്കിയേ, സ്ട്രെസ് എന്ന് പറയുന്നതിന് ഞാൻ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു. എഫ് സ്ട്രെസ്. ഇനി എന്താ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ബെൻഡിങ് സ്ട്രെസ് ആണ്, സ്മോൾ ലെറ്റർ എഫ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ അതുപോലെ ഞാൻ എഴുതി. മറ്റേ സ്മോൾ ഇയുടെ സ്ട്രെയിനിന്റെ വാല്യൂ എന്താണ്? y ബൈ ഇൻറ്റു y ബൈ ആർ അല്ലേ. F ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു y ബൈ ആർ. ഇനി ആ y എന്ന് പറയുന്ന ടേമിനെ ഒന്നുകൂടെ മനസ്സിലാക്കിയ. y എന്ന് പറയുന്നത് ഏത് ലെയർ ആണോ, നമുക്ക് 1 തൊട്ട് 200 വരെ ലെയർ ഉണ്ടായിരുന്നു നമ്മുടെ ബുക്കില്, അതിൽ ഓരോ ലെയറിലേക്കുള്ള ദൂരമാണ് y എന്ന് പറയുന്നത്. അത് ലെയർ ടു ലെയർ മാറിക്കൊണ്ടിരിക്കും y എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, F is equal to F is equal to E into y by r എന്ന് നമ്മൾ എഴുതി. ഇവിടെ ഒക്കെ നോക്കിയേ, ഈ ഇക്വേഷനുമായിട്ട് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ സെക്കൻഡ് പോർഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേ അവിടെ അല്ലേ? അപ്പൊ എഫിന്റെ അവിടത്തെ y ഇങ്ങ് കൊണ്ടുവന്നു. F by y is equal to E by r. നമുക്ക് ബെൻഡിങ് ഫോർമുലയുടെ ഇത്രയും പോർഷൻ നമുക്ക് കിട്ടി.
മനസ്സിലായാലും നമ്മൾ ഇത്രയും ചെയ്തുള്ളൂ. ഒരു ബീം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലെ എല്ലാ ലെയേഴ്സിന്റെ നീളം ഒരേപോലെ ആയിരിക്കും. അതായത് ഒരു ചെറിയ കഷ്ണം ബീമിന്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ എടുത്തു, ഡെൽറ്റ എൽ ഉള്ള ഒരു പോർഷൻ എടുത്തു. അതിന്റെ ടോപ്പിലുള്ള ലെയർ, ഏറ്റവും താഴെയുള്ള ലെയർ, ന്യൂട്രൽ ലെയർ, ടോപ്പിലുള്ള ഒന്നാമത്തത് ഞാൻ ഉദാഹരണം പറയുന്നത് 200ാമത്തെ ലെയർ, ഇടയ്ക്കുള്ള 100ാമത്തെ ലെയർ, ഒരു 125ാമത്തെ ലെയർ എല്ലാം എടുത്തപ്പോഴും ഒരേ രീതിയിലാണ്. അതിന് ഓരോ പേര് ഞാൻ കൊടുത്തു. ഇനി അത് ബെൻഡ് ചെയ്തപ്പോൾ മുകളിലുള്ള ലെയർ കോൺട്രാക്ട് ചെയ്തു, താഴത്തെ ലെയർ എന്താ ഇലോങ്ങേറ്റ് ചെയ്തു അല്ലേ? അപ്പൊ മുകളിലെ കംപ്രസീവ് ഫോഴ്സും താഴെ ടെൻസൈൽ ഫോഴ്സുമാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെൻഡിങ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ട് ഒരു സെന്റർ ഒക്കെ കണ്ടുപിടിച്ചു. ന്യൂട്രൽ ലെയറിലേക്ക് ഒരു 6 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ ഓരോ ലെയറിനും നീള വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായിട്ടുണ്ട്. ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രെയിൻ എന്ന് പറയുമ്പം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? ആർക്കിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ സ്ട്രെയിനിന് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു, E = y/r. ഇനി നമുക്ക് പോകുന്നത് ബെൻഡിങ്ങിലേക്ക്. ബെൻഡിങ് സ്ട്രെസ് ആണ് നമ്മുടെ കഥാനായിക അല്ലേ? ബെൻഡിങ് സ്ട്രെസ് F കാണാനായിട്ട് നമുക്ക് വേണ്ടിയത് നമുക്കറിയാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു E എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിന് സ്ട്രെസ് ഈസ് സ്ട്രെയിൻ ഇൻറ്റു E9. നമുക്ക് എന്തൊക്കെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരു ഐഡിയയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ ഡെറിവേഷനിലേക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഈയുടെ വാല്യൂ നമ്മൾ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിനൊരു ഫോർമുല കിട്ടി. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ വൈയെ ഇങ്ങ് താഴെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം F/y = E/r എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടി. ഓക്കെ ആണേ? അങ്ങനെയെങ്കിൽ നമുക്കിനി ഈ പാർട്ടല്ലേ കിട്ടേണ്ടത് അല്ലേ? ഈ പാർട്ട് കിട്ടാനായിട്ടുള്ള ശ്രമത്തിലോട്ട് പോവാണ് ഇനി അടുത്തത്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഈ ഒരു പാർട്ട് കിട്ടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ M എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് മൊമെന്റ് ആണ്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. അതായത് സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ് അവിടെ ഉണ്ടാകുമ്പം അവിടെ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സ് ഞാൻ പറഞ്ഞു ഒരു ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, എന്നെ ഒന്ന് തള്ളും എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം എനർജി ഞാൻ റെസിസ്റ്റ് ചെയ്യും. അതായത് എൻ്റെ ഇന്റേണൽ സ്ട്രെസ് ഞാൻ ഡെവലപ്പ് ചെയ്യും. സ്ട്രെസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അല്ലേ? റെസിസ്റ്റൻസ് ആണ്, അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. അതിനാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ അവിടെ ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകും, അവിടെ ഫോഴ്സ് ഉണ്ട്, അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്കിനി വേണ്ടിയത് ഈ M എന്ന് പറയുന്ന ടൈമിലേക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് M എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പിടിച്ചാൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ നോക്കാൻ, M എന്ന് പറയുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കി, ഫോഴ്സിനെ ഇതുമായിട്ടൊക്കെ എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്നറിയാം? ഫോഴ്സ് നമുക്കറിയാം, സ്ട്രെസ്, ഈ ഫോഴ്സ് കിട്ടിയ ഡിസ്റ്റൻസ് അവിടെ കിടക്കട്ടെ, ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്, ഡിസ്റ്റൻസ് അവിടെ കിടന്നോട്ടെ. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ M കിട്ടുമല്ലോ. അപ്പൊ നോക്കാൻ, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ്. ഇവിടെ ഇപ്പൊ ഫോഴ്സ് നമുക്ക് കിട്ടണം, M കിട്ടാനായിട്ട് നമ്മൾ M എഴുതിയപ്പോൾ എമ്മിന്റെ ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ ഫോഴ്സ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഫോഴ്സ് കിട്ടാൻ നോക്കിയപ്പോൾ ഇവിടെ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രെസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഫോഴ്സ് ബൈ ഏരിയ എന്നാക്കി. therefore ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഓക്കെ, ഇനി സ്ട്രെസ് എന്താണ്? നമ്മൾ ഇവിടെ ഇക്വേഷൻ കണ്ടുവച്ചിട്ടുണ്ട്, F ഈസ് ഈക്വൽ ടു E ഇൻറ്റു y/r. ഇത് ബെൻഡിങ് സ്ട്രെസ് ആണ്, ബെൻഡിങ് സ്ട്രെസ് ആണ് ഈ F. അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് E ഇൻറ്റു y/r. ആ വാല്യൂ എടുക്കാമല്ലോ, E ഇൻറ്റു y/r ഇൻറ്റു ഡെൽറ്റ എ. ആ ചെറിയ ഒരു ഇതിന്റെ ഏരിയയാ. ഇങ്ങനെ വലിയ നീളമുള്ള ബീമിന്റെ
ഡെൽറ്റ എൽ നീളമുള്ളിടത്തെ ചെറിയ ഏരിയ. അപ്പൊ അതിനെ ഞാൻ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ എ എന്ന് ഞാൻ കൊടുക്കുന്നു. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനായിട്ടുള്ള ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു, ഇ ഇൻറ്റു വൈ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഫോഴ്സ് കിട്ടി, ഫോഴ്സ് കിട്ടി. ഇനി ഡിസ്റ്റൻസ് വേണ്ടേ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് നമ്മുടെ ജി എച്ച് എന്ന് പറയുന്ന ലെയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ജി എച്ച് എന്ന് പറയുന്നത് ന്യൂട്രൽ മൊമെന്റ് എടുക്കുന്നത് എപ്പോഴും ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ മൊമെന്റ് എടുക്കുന്നത് എബൌട്ട് ന്യൂട്രൽ ആക്സിസ്, എബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസ് വെച്ചുകൊണ്ടാണ് മൊമെന്റ് എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ബീം എടുക്കുമ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ടേക്ക് മൊമെന്റ് എബൌട്ട് എ എന്ന് പറയത്തില്ലേ, എ വെച്ച് ഇതിന്റെ മൊമെന്റ് എങ്ങനെയാണ് ഇവിടെ വരെയുള്ള ദൂരം. അപ്പൊ ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ മൊമെന്റ് ഈ ന്യൂട്രൽ ആക്സിസ് വെച്ചാണ് ഇതിന്റെ മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ ന്യൂട്രൽ ആക്സിസിൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? y അല്ലേ? അപ്പൊ നമുക്ക് ഇനി മൊമെന്റ് എടുക്കുമ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. ഫോഴ്സിന് ഒരു വാല്യൂ വന്നിട്ടുണ്ട്, ഇതാണ് ഫോഴ്സിന്റെ വാല്യൂ, ഇ ഇൻറ്റു വൈ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയും ഇൻറ്റു വൈ അല്ലേ? ഇത് ഫോഴ്സ് ആണ് ഇൻറ്റു വൈ. ഇനി ഒന്നുകൂടെ റിയറേഞ്ച് ചെയ്യാം, എം ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇ ബൈ ആർ എന്നെടുത്തു, ഡെൽറ്റ എ വൈ സ്ക്വയർ ഞാൻ എടുത്തു. ഡെൽറ്റ എ എടുത്ത് ഈ വൈയുടെ വൈ സ്ക്വയർ, ഡെൽറ്റ എ വൈ സ്ക്വയർ. അപ്പൊ എം ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എ വൈ സ്ക്വയർ. നോക്കി ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനായിട്ട്. a1y1 പ്ലസ് a2y2 അല്ലേ? a1y1 a ഇൻറ്റു വൈ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാൻ എടുത്തു. ഇനി നമ്മൾ അതല്ല മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടപ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്തത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്നാണ്. അതായത് ഏരിയയെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എ വൈ സ്ക്വയർ എന്ന് പറയും. a1y1 അല്ല, a y എന്നല്ല നമ്മൾ എടുക്കുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനായിട്ട് a y എന്നെടുത്തു. a1y1 പ്ലസ് a2y2, അവിടെ വൈയുടെ സ്ക്വയർ ഒന്നുമില്ല. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടപ്പോൾ a y സ്ക്വയർ എന്നാണ് നമ്മൾ എടുത്തത്. അതായത് ഞാനത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയയെ 2 പ്രാവശ്യം ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഏരിയയെ, ഈ ടേം എന്തുവാ, ഏരിയയെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഏരിയയെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്, I. സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഏരിയയെ ഡിസ്റ്റൻസ് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? എം ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഐ എന്ന് കൊടുക്കാം. ഡെൽറ്റ എ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എം ബൈ ഐ ഇങ്ങ് കൊണ്ടുവന്നു, ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ അല്ലേ? എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. നോക്കി, ഈ പാർട്ട് കിട്ടിയില്ലേ? എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. നമുക്കറിയാം ഇ ബൈ ആർ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ എന്നറിയാം. അതുകൊണ്ട് ഇ ബൈ ആർ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ. ഹെൻസ് എന്താണ് ദ ബെൻഡിങ് ഫോർമുല? ബെൻഡിങ് ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ഫോർമുല. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുമ്പം, ഡിറൈവ് ചെയ്യുമ്പം ആലോചിക്കുക, കണക്റ്റഡ് ആയിട്ട് പോവുക. ബീം ഒറിജിനലി എല്ലാം നീളം ഒരുപോലെ ആയിരുന്നു. ചേഞ്ച് ഇൻ ലെങ്ത് വന്നപ്പോൾ അവിടെ സ്ട്രെയിൻ വന്നു. സ്ട്രെയിനിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വന്നു. നമ്മൾ സ്ട്രെസ് കണ്ടുപിടിച്ചു, നമുക്ക് ആദ്യത്തെ ഫോർമുല കിട്ടി അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് ഹാഫ് മൊമെന്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസ് വെച്ച് മൊമെന്റ് എടുത്ത്, ഒരു പോയിന്റ് വെച്ച് മൊമെന്റ് എടുക്കുക. അപ്പം ന്യൂട്രൽ ആക്സിസ് വെച്ച് തന്നെ മൊമെന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മൊമെന്റ് എടുത്തപ്പം ജി എച്ച് എന്ന് പറയുന്ന ലെയറിന്റെ മൊമെന്റ് ആണ് നമ്മൾ എടുത്തത്. ജി എച്ച് എന്ന് പറയുന്ന ഇതിന്റെ മൊമെന്റ് എടുക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. അപ്പോൾ ഫോഴ്സിന് എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അവിടെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ആലോചിക്കുക. ഫോഴ്സ് കണ്ടുപിടിക്കാൻ സ്ട്രെസ് എന്ന് പറയുമ്പം സ്ട്രെസ്സിനകത്ത് കിടപ്പുണ്ട് ഒരു ഫോഴ്സ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു
ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് അവിടെ ഫോഴ്സ് ആണ് അല്ലേ. ഇനി ആ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി, സ്ട്രെസ്സിന്റെ വാല്യൂ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി. ഇനി മൊമെന്റ് എടുക്കുമ്പം ഇൻറ്റു ഒരു വൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഏരിയയും സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ബെൻഡിങ് ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് ഉറക്കത്തിലും ബെൻഡിങ് ഫോർമുല ചോദിച്ചാൽ പറയുക M/I is equal to F/y is equal to E/R. ഇനി നമുക്ക് നോക്കിയാൽ അതിനകത്ത് എല്ലാം അറിയാവുന്ന ടേംസ് അല്ലേ. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് I എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് പറയുന്ന ന്യൂട്രൽ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. F എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്, Y എന്ന് പറയുന്നത് ഏത് ലെയറിലെയാണോ കാണേണ്ടത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ലെയറിൽ നിന്ന് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഇത് ഈ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഈ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് പറഞ്ഞപ്പം നമ്മളൊരു എടുത്തുചാട്ടം ചാടിയതാണ്. കാരണം ഷിയർ ഉണ്ടായിട്ട് കൂടി ഷിയറിന്റെ കാര്യം പറയാതെ ഷിയർ സീറോ ആയിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ എന്ത് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിനകത്ത് കുറച്ച് അസംഷൻസ് ഉണ്ട്. നമ്മൾ അങ്ങ് കണക്കാക്കുക അങ്ങനെയാണ്, അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെയാണെന്നങ്ങ് വിചാരിക്കുക. അതായത് ഫസ്റ്റ് സെക്കൻഡ് സെമിസ്റ്ററിലും നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ പോലും അതില്ലാന്ന് നമ്മളങ്ങ് ചിന്തിച്ചിട്ട് കറണ്ട് സെമിസ്റ്റർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ അതില്ലാന്നല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ അസംഷൻസ് ഇൻ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ അസംഷൻസ് ഞാൻ പറയാം. അത് ഒന്നാമത്തേന്ന് പറയുന്നത് അസംഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. The beam is subjected to pure bending and is therefore free from shear force. നമ്മൾ അങ്ങനെയാണ് ആദ്യമേ തുടങ്ങിയത്. പ്യൂർ ബെൻഡിങ് ആണെന്ന് വിചാരിക്കുകയാണ്, ആക്ച്വലി അല്ല. ഷിയർ ഫോഴ്സ് സീറോ ആയിട്ട് വിചാരിക്കുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ ഈ കഥകളെല്ലാം പറയാൻ പോയത്. ഓക്കെ, അപ്പം the beam is subjected to pure bending and is therefore free from ഷിയർ ഫോഴ്സ്. മനസ്സിലായി കാണുമല്ലോ. ഇനി സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഹോമോജിനസും ആയിരിക്കും ഐസോട്രോപിക്കും ആയിരിക്കും എന്ന് ചിന്തിക്കുന്നു. ആവണമെന്നില്ല. കോൺക്രീറ്റ് ഒക്കെ മെറ്റീരിയൽസ് ഒത്തിരി ഇല്ലേ, സ്റ്റീലുണ്ട്, സാൻഡ്. ഹോമോജിനസ് പറയാൻ പറ്റുമോ? ഹെട്രോജിനസ് മിക്സ്ചർ ആണത്, ഒരേ തരത്തിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നു ആ ബീം ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം ഒരേ മെറ്റീരിയൽ, ഒരേപോലത്തെ മെറ്റീരിയൽ കൊണ്ടാണ്. ഹോമോജിനസ് മെറ്റീരിയൽ, ഹോമോജിനസ് ആണ്. ഇനി ഐസോട്രോപിക്കും ആണെന്ന് വിചാരിക്കുന്നു. ഏത് ഡയറക്ഷനിലോട്ടും ഏത് പ്രോപ്പർട്ടി എടുത്താലും, തെർമൽ പ്രോപ്പർട്ടി എടുത്താലും, പിന്നെ എന്താ ഏത് പ്രോപ്പർട്ടി എടുത്താലും എന്താണ് എല്ലായിടത്തേക്കും സെയിം ആയിരിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അസംഷൻ എല്ലാം കറക്റ്റ് ആണോ? അല്ല, നമ്മൾ അസ്യൂം ചെയ്യാണ്. അസ്യൂം ചെയ്യുന്നതിന് നമുക്ക് വേറെ ഇതൊന്നും വേണ്ട, നമുക്കങ്ങ് അസ്യൂം ചെയ്യാം. അപ്പൊ തിയറി ഓഫ് ബെൻഡിങ്, സിമ്പിൾ ബെൻഡിങ്ങിന്റെ രണ്ട് അസംഷൻസ് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് സീറോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടെന്ന് പറയുന്നത് ഹോമോജിനസ് ആണ്. ഈ ബീം ത്രൂ ഔട്ട് മെറ്റീരിയൽ ഹോമോജിനസും ആണ് ഐസോട്രോപിക്കുമാണ്. ഐസോട്രോപിക് മീൻസ് പ്രോപ്പർട്ടി ഏത് ഡയറക്ഷൻ ഏതെടുത്താലും സെയിം ആയിട്ട് വരുന്നത്. ഹോമോജിനസും ഐസോട്രോപിക്കുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി each fiber is free to expand or contract independently. അതായത് ഒരു ലെയർ വേറൊരു ലെയറിനോട് ചോദിച്ചിട്ടല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്, അവന്റെ സ്വന്തമാണ്, ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. 200ാമത്തെ ലെയർ ഇത്രയും നീളം കൂടണമെന്ന് 199ാമത്തെ ലെയർ പറഞ്ഞോ? ഇല്ല. 199 ലെയറിൽ ഉണ്ടായിരിക്കുന്ന അതിനുണ്ടായ നീള വ്യത്യാസമാണ്. 80ാമത്തെ ലെയറിന് അതിനുണ്ടായ വ്യത്യാസം. ഓരോ ലെയറും എക്സ്പാൻഡ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, വേറൊരു ലെയറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിന്. അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓരോ ലെയറും അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, വേറൊരു ലെയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേയില്ല അതിന്റെ നീള വ്യത്യാസത്തിൽ. അത് ചിലപ്പം എക്സ്പാൻഡ് ചെയ്യുകയോ ചിലപ്പോൾ കോൺട്രാക്ട് ചെയ്യുകയോ ചെയ്യാം അല്ലേ. ഇനി the value of E, Young's modulus of elasticity സെയിം ആയിരിക്കും.
ടെൻഷൻ ആണെങ്കിലും കംപ്രഷൻ ആണെങ്കിലും. അപ്പൊ നോക്കിയേ, ഈ ബീമിന്റെ ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെയാണ്. ന്യൂട്രൽ ആക്സിസ്, ഈ ന്യൂട്രൽ ആക്സിസിന് മുകളിലോട്ടുള്ള ഈ ലെയറിൽ കംപ്രഷൻ ആണ്, ഇവിടെ ടെൻഷൻ ആണ്, ഇവിടെ ടെൻഷൻ ആണ്. അപ്പം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇയുടെ വാല്യൂ കംപ്രഷൻ സോൺ മുകളിലേക്കാണ്, ടെൻഷൻ സോൺ താഴേക്കാണ്. രണ്ടിടത്തേക്കും യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഒരു സെന്റർ ഉണ്ട്, അതൊരു ഇമാജിനറി സെന്റർ ആണ്. ആ സെന്ററിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ദൂരമാണ് r എന്ന് പറയുന്നത്. ഈ റേഡിയസ് ഓഫ് കർവേച്ചർ കൺസിഡർ ചെയ്യുമ്പം ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ വാല്യൂസ്, ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ റേഡിയസ് ഭയങ്കര വലുതായിരിക്കും. നോക്കാം, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഇത്രയും ബെൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ആയിരിക്കും എന്താ വരയ്ക്കാൻ എളുപ്പമുണ്ട്, അടുത്താണ്, ആർക്കാണ് മൊത്തം ഏകദേശം ആയിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പക്ഷെ ബെൻഡ് ചെയ്യുന്നത് ഇത്രയുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ദൂരം കൂടും, ഈ സെന്ററിന്റെ നീളം കൂടും അല്ലെ, കർവ് കുറയുന്നതിനനുസരിച്ച് നീളം കൂടും. അപ്പൊ ഇതിന്റെ പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. എന്തിനെ സംബന്ധിച്ച്? അതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനെ സംബന്ധിച്ച് വളരെ വലുതായിരിക്കും. ഇനി ഒരു ന്യൂട്രൽ ലെയർ ഉണ്ട്, ഇവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ആ ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിന് എന്ത് ബിഫോർ ബെൻഡിങ് ആണെങ്കിലും ആഫ്റ്റർ ബെൻഡിങ് ആണെങ്കിലും അതിന് there is no change അല്ലേ, ഒരു മാറ്റവും വരുന്നില്ല. അതേപോലെ എന്താ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കണം, കാരണം ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇപ്പൊ കുറച്ച് അസംഷൻസ് ഞാൻ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് പ്യൂർ ബെൻഡിങ് ആയിരിക്കണം, ഷിയർ ഫോഴ്സ് 0 ആയിരിക്കണം. രണ്ടെന്ന് പറയുന്നത് മെറ്റീരിയൽസ് ഹോമോജിനസ് ആൻഡ് ഐസോട്രോപിക് അല്ലേ. ഇനി അടുത്ത പറഞ്ഞത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കണം. ഈച്ച് ഫൈബർ, ഓരോ ഫൈബറും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നതും ഇലോങ്ങേറ്റ് ചെയ്യുന്നതും. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടെൻഷൻ സോണിലും കംപ്രഷൻ സോണിലും എന്താണ് ഒരേപോലെ ആയിരിക്കണം. അപ്പൊ നമുക്ക് അടുത്തത് പറയുന്നത് ന്യൂട്രൽ ലെയർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ന്യൂട്രൽ ആക്സിസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ അസംഷൻസ് പറഞ്ഞു. ഇനി ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞു. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുമ്പം അതിനകത്തുണ്ടാകുന്ന റെസിസ്റ്റൻസ് അല്ലേ, ദ ബെൻഡിങ് മൊമെന്റ് ഓഫ് എ സെക്ഷൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ ടെൻസ് ടു ബെൻഡ്. ഒരു ബെൻഡിങ് മൊമെന്റ് നമ്മൾ പറഞ്ഞായിരുന്നു, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുന്ന, ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ആ ബീം ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്, ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദാറ്റ് ബീം against that bending is termed as bending stress. ഓക്കെ, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞായിരുന്നു. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്കിനി കണ്ടുപിടിക്കാനുള്ള ഇതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം, ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നോക്കാം, ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്. ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ സെന്ററിൽ ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇതിന്റെ സെന്ററിൽ ഇതിന്റെ ഡെപ്ത് ഇപ്പം d ആണെന്ന് വെച്ചോ, ഇതിന്റെ ഡെപ്ത് d ആണ്. ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് d/2 ൽ കൂടെ കടന്നു പോകുന്ന ഒറ്റ നോട്ടത്തിൽ അറിയാം, കാരണം ഇത് സിമെട്രിക്കൽ ആണ് അല്ലേ. അപ്പൊ സിമെട്രിക്കൽ ആണെങ്കിൽ d/2 ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇത് ന്യൂട്രൽ ആക്സിസ് ഞാൻ മാർക്ക് ചെയ്തു. ഇതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് നോക്കിയേ, സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ ഈ ബീമിന്റെ ഡെപ്തിനെ റെപ്രസെന്റ് ചെയ്ത് ഈ ബീമിന്റെ നീളത്തെ റെപ്രസെന്റ്, നമുക്കിപ്പോൾ ഫിഗർ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പം സ്ട്രെസ് കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം കൂടെ വരച്ചെങ്കിലേ ആൻസർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, ബീമിന്റെ ഡെപ്തിനനുസരിച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള കംപ്രസീവ് സ്ട്രെസ്സും ഇങ്ങോട്ടുള്ള ടെൻസൈൽ സ്ട്രെസ്സും, ഇവിടെ ഉണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ്, ഇവിടെ ഉണ്ടാകുന്നത് മാക്സിമം, രണ്ടും മാക്സിമം വാല്യൂസ് ആയിരിക്കും. പറഞ്ഞു മനസ്സിലായി? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. സിമെട്രിക്കൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെന്ന്, പക്ഷേ ഓപ്പോസിറ്റ് ഇൻ നേച്ചർ അല്ലേ, ഒന്ന് കോൺട്രാക്ഷൻ ആണെങ്കിൽ ഒന്ന് ഇലോങ്ങേഷൻ ആണ്. ഇവിടെ ഉള്ള ബെൻഡിങ് സ്ട്രെസ് 0 ആണ്.
അപ്പം ഒന്ന് ഇത്രയും വാല്യൂ വരികയാണെങ്കിൽ അടുത്തത് ഇങ്ങോട്ടായിരിക്കും ആ വാല്യൂ വരുന്നത്. ഇത് സീറോയിൽ കൂടെ കടന്നു. ഇങ്ങനെയാണ് ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. കാരണം കംപ്രഷൻ എന്ന് പറയുന്നത് ചുരുങ്ങുകയാണ്, ടെൻഷൻ എന്ന് പറയുന്നത് വലിയാണ്. അപ്പൊ ഒന്ന് ആ ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ടെൻഷൻ ഇങ്ങോട്ട് വേണം മാർക്ക് ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇതെന്ന് പറയുന്നത് ഈ വാല്യൂ ഈക്വൽ ആയിട്ടാവുന്നേ. ഇനിയിപ്പോ ഞാൻ പറയാം ഒരു ഐ സെക്ഷന്റെ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഐ സെക്ഷൻ വരുമ്പോൾ ന്യൂട്രൽ ആക്സിസ് കറക്റ്റ് ഇങ്ങനെ തന്നെ പോകും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിന്റെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഡെപ്ത്, ഇതിന്റെ ഡെപ്ത് അനുസരിച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇവിടെ വരയ്ക്കുന്നത് ഇവിടെ 0 ആണ്, ന്യൂട്രൽ ലെയറിൽ 0 ആണ്. അതെ ഇങ്ങനെ വരും. ബട്ട് ഒരു സിമെട്രിക്കൽ അല്ലാത്ത ഒരു ഐ സെക്ഷൻ, സിമെട്രിക്കൽ അല്ലാത്ത ഒരു ഐ സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതുവഴിയാണ്. അപ്പം നോക്കാം, ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടാണ് ന്യൂട്രൽ ആക്സിസ് പോകുന്നത്. സ്ട്രെസ് 0 ആകുന്ന ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത് ഏത് സെക്ഷൻ എടുത്താലും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. അപ്പൊ ഇവിടെ എല്ലാം നമുക്കറിയാം ഇതിന്റെ നീളം 100 ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ദൂരം 50 ആണ്. മനസ്സിലായില്ലേ? ഇതൊരു 50 ആണ്, ഇവിടെ d/2 ആണ്, ഇത് താഴോട്ടും d/2 ആണ്. പക്ഷെ ഇവിടെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ടുള്ള ദൂരം താഴോട്ടുള്ള ദൂരം വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം വരികയാണെങ്കിൽ, പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ പറയാം, ഇങ്ങനൊരു പ്രോബ്ലം വരുവാണെങ്കിൽ ഫസ്റ്റ് യു ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ്. ആ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, സെക്കൻഡ് ചാപ്റ്റർ, ഫസ്റ്റ് മൊഡ്യൂളിന്റെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആപ്ലിക്കേഷൻ ഇവിടെയാ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫോഴ്സസ് ആൻഡ് മൊമെന്റിലെ റിയാക്ഷൻസ് കാണുന്നതിന്റെ ആപ്ലിക്കേഷൻ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റിൽ വന്നു എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇതിന്റെ A1Y1 സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. A1Y1 + A2Y2 + A3Y3/A1 + A2 + A3 എന്നുള്ള ഇക്വേഷൻ ചെയ്യുമ്പോൾ ഈ ന്യൂട്രൽ ആക്സിസ് ഇത് ബേസിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ന്യൂട്രൽ ആക്സിസിന്റെ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ഇവിടുത്തെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം എങ്ങനെ വരുമെന്ന്, ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിന്റെ ഡെപ്ത് വരെ നമ്മൾ മാർക്ക് ചെയ്തു, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. എവിടെയാണ് 0? ഈ ന്യൂട്രൽ ആക്സിസിലാണ് 0 അല്ലേ? അപ്പൊ നോക്കേ, ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ 0യിൽ കൂടെ തന്നെ പോകണം. അപ്പൊ നോക്കേ, ഈ വാല്യൂ ചേഞ്ച് ചെയ്തില്ലേ അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, ഇത് കൂടുതലായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഇനി നോക്കിയേ, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടേം കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സെക്ഷൻ മോഡുലസ് ആൻഡ് സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് സെക്ഷൻ എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ m/I = F/y = E/R എന്ന് നമുക്ക് ബെൻഡിങ് ഫോർമുല നമ്മുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ, ഈ ബെൻഡിങ് ഫോർമുല നമ്മുടെ കൈവശമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതിനകത്ത് ഈ പാർട്ട് മാത്രം നമുക്ക് എടുക്കാം മോഡുലസ് ഓഫ് സെക്ഷന് വേണ്ടിയിട്ട്. m/I = F/y. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന മാക്സിമം സ്ട്രെസ് F = m/I × y എന്നാണ്. ഈ പാർട്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ഈ പാർട്ട് ഞാൻ എടുത്തിട്ടില്ല. m/I = F/y എന്നുള്ള പാർട്ട് മാത്രം എടുത്തു. അതിനകത്തുനിന്ന് m/I = F/y എന്നുള്ളതിനകത്തുനിന്ന് F ബെൻഡിങ് സ്ട്രെസ് കാണാനുള്ള നമുക്ക് വേണ്ടത് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരച്ചില്ലേ, ഇങ്ങനെ വരച്ചില്ലേ, ഈ സ്ട്രെസ് കാണാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബെൻഡിങ് സ്ട്രെസ് F = m/I × y. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, F = m/I × ഒരു സ്ട്രെസ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ലേയേഴ്സ് ഏതൊക്കെയാണ്?
ഏറ്റവും ദൂരം ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ദൂരം കൂടുതൽ എവിടോട്ടാണെന്ന് വെച്ചാൽ, അതായത് 100ാമത്തെ ലെയറിൽ നിന്ന് ഒന്നാമത്തെ ലെയർ ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത്. താഴോട്ട് ഏറ്റവും കൂടുതൽ ബെൻഡിങ് ഇത് ഇങ്ങനെ പല ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ന്യൂട്രൽ ലെയറെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഈ ലെയറുമാണ് അല്ലേ. അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചാണ് എന്ത് സ്ട്രെസ് കൂടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ y max എന്ന് കൊടുക്കുന്നു, മനസ്സിലായല്ലോ. F is equal to m/i into y max എന്ന് നമുക്ക് കൊടുക്കുന്നു. F is equal to m/i into y max. y max കൊടുത്താൽ മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, m എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഒന്നുകൂടെ എഴുതാം. m is equal to, ഇതിൽ നിന്ന് m എടുക്കുന്നു. m is equal to f into I by y max എന്ന് എടുക്കുന്നു. f into I by y max അല്ലേ. ഈ I അങ്ങ് മോളിൽ പോയില്ലേ, m എടുക്കുമ്പോൾ y ഇങ്ങ് താഴെ വന്നു. m is equal to f into I by y max. ഈ I by y max എന്നുള്ളതിനെയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് z എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നതാണ്. z എന്ന് പറയുന്ന ഒരു ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേര് സെക്ഷൻ മോഡുലസ് എന്നാണ്. സെക്ഷൻ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് സെക്ഷൻ. അതായത് അപ്പൊ m is equal to എങ്ങനെ എഴുതാം, f into z എന്ന് നമുക്ക് എഴുതാം. അപ്പം I by y max ആണ് z. I by y എന്ന് പറയുന്ന z ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. I by y max ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള മാക്സിമം ദൂരം. ഇനി അടുത്ത ഒരു ടേം കൂടെ ഉണ്ട്, ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറയും. ഫ്ലെക്സുറൽ ഒരു ബീമിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. Young's modulus of elasticity into moment of inertia. The quantity EI എന്ന് പറയുന്നതിനെയാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഒരു ബീമിന്റെ ഫ്ലെക്സുറൽ റിജിഡിറ്റി കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അതിന്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി ഓഫ് ദി ബീം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ബീമിന്റെ സെക്ഷൻ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ജസ്റ്റ് ഒരു പ്രോബ്ലം, ജസ്റ്റ് ഒന്നല്ല, നമ്മളിപ്പോ പറയുന്നത് സെക്ഷൻ മോഡുലസ് z എന്ന് പറയുന്നത് I by y max എന്നാണ്. സെക്ഷൻ മോഡുലസ് ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാല്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു സ്ക്വയറിന്റെ സെക്ഷൻ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ, സൈഡ്സ് ആർ ഈക്വൽ അല്ലേ. അപ്പം ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് മുകളിലോട്ടുള്ള ദൂരം a/2, താഴോട്ടുള്ള ദൂരം a/2, ഇവിടെ വരെ a/2, ഇവിടെ വരെ a/2 അല്ലേ. അപ്പൊ നോക്കിയേ, ഈ പിന്നെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത്, സൈഡ് എന്ന് പറയുന്നത് a ആണ്. നമുക്ക് I by y max എന്നല്ലേ വേണ്ടിയത്. സെക്ഷൻ മോഡുലസ് ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു I. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി സ്ക്വയർ എങ്ങനെ പറയുന്നറിയോ, x ആക്സിസിന് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഒരു റെക്ടാങ്കിളിന്റെയോ സ്ക്വയറിന്റെയോ x ആക്സിസിന് നമുക്ക് എപ്പോഴും y ആക്സിസിന്റെ ആവശ്യം ഇവിടെ വരുന്നതേ ഇല്ല. കാരണം ന്യൂട്രൽ ആക്സിസിനെ ബേസ് ചെയ്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുന്നത്, അല്ലെങ്കിൽ മൊമെന്റ് എടുക്കുന്നത്. ന്യൂട്രൽ ആക്സിസ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് b d³/12 റെക്ടാംഗുലർ b d³/12 ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈ x എന്ന് പറയുന്നത്. അപ്പൊ b d³ ഇതിനകത്ത് b എന്താണ്, സ്ക്വയറിനകത്ത് എല്ലാം a ആണ് അല്ലേ. b എന്ന് പറയുന്നത് a ആണ്, d എന്ന് പറയുന്നത് a ആണ്. അപ്പൊ b യുടെ വാല്യൂ a, d യുടെ വാല്യൂ a³/12, i യുടെ വാല്യൂ കിട്ടി. ഇനി y max എന്ന് പറയുന്നത് എത്രയാണ്, ഡിവൈഡഡ് ബൈ y max എന്നാണ്. y max എന്ന് പറയുന്നത് a/2, ഏറ്റവും വെളിയിലത്തെ ലെയർ, ന്യൂട്രൽ ആക്സിസിന്റെ ഏറ്റവും പുറത്തെ ലെയർ a/2 ഡിസ്റ്റൻസ് മാറിയാണ്. അപ്പം a⁴/12 into 2/a എഴുതി കൂടെ. അപ്പൊ നോക്കിയേ, ഈ എയും ഈ എയും പോയിട്ട് ഇവിടെ a³ ഉള്ളൂ, ഇവിടെ c
6 ആയി. അപ്പോൾ a cube by 6. അപ്പോൾ സെക്ഷൻ മോഡുലസ് ഓഫ് a സ്ക്വയർ ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി നോക്കി സെക്ഷൻ മോഡുലസ് ഓഫ് എ റെക്റ്റാങ്കിൾ. സെക്ഷൻ മോഡുലസ് ഓഫ് എ റെക്റ്റാങ്കിൾ b, ഇതിന്റെ ഡെപ്ത് d. ന്യൂട്രൽ ലെയർ ഇതുവഴി പാസ് ചെയ്യുന്നു, na ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് d/2, ഇതും d/2. z റെക്റ്റാങ്കിളിന്റെ സെക്ഷൻ മോഡുലസ് z is equal to I/y max. Moment of inertia of a rectangle about the neutral axis, centroidal axis എങ്ങനെയാണ് b d³/12, b d³/12 I divided by y max എത്ര ന്യൂട്രൽ ആക്സിസിന് എക്സ്ട്രീം ഫൈബറിലോട്ടുള്ള ദൂരം d/2. അപ്പോൾ b d³/12 into 2/d. ഈ ഡിയും ഇതൂടെ ക്യാൻസൽ ആയി പോയിട്ട് d സ്ക്വയർ 2 ഇത് 6 b d²/6 z എന്താ റെക്റ്റാങ്കിളിന്റെ. ഇനി ഒരു സർക്കിളിന്റെ ആവുകയാണെങ്കിൽ എങ്ങനെയാണ്? സർക്കിൾ ഡയമീറ്റർ d. ഓക്കെ, നമുക്കറിയാം IXX ഈ XX കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഇക്വേഷൻ pi d⁴/64 നമുക്കറിയാവുന്നതാണ്. I/y max എന്നാണ് ഡിവൈഡ് ബൈ y max. y max എന്ന് പറയുന്നത് എന്താണ്? ഈ അപ്പർ മോസ്റ്റ് ലെയർ d/2 ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് d/2 pi d⁴/64 into 2/d pi d³/32. ഓക്കെ, ഇത് വെച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. ഇനിയും ഇതിന്റെ ഹോളോ റെക്റ്റാങ്കിൾ വന്നാല്, ഹോളോ റെക്റ്റാങ്കുലർ ഇതായിട്ട് വന്നാല് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ചെയ്തു നോക്കുക. റെക്റ്റാങ്കിൾ ഇത് ക്യാപിറ്റൽ D എന്ന് കൊടുക്കുന്നു, ഇത് ക്യാപിറ്റൽ D എന്ന് കൊടുക്കുന്നു, ഇത് സ്മോൾ b ആണ്, ഇത് സ്മോൾ d ആണ്. ന്യൂട്രൽ ആക്സിസിന്റെ സെന്ററിൽ കൂടെ പോകുന്നു. നമുക്കറിയാം IXX ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് b d³/12 ആണ് അല്ലേ? b d³/12 ഹോളോ ആകുമ്പോൾ മൈനസ് b d³/12 എന്ന് പറയുന്നു. ഡിവൈഡഡ് ബൈ y max. y max എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെയർ എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ക്യാപിറ്റൽ D/2 ആണ് വരുന്നത്. എക്സ്ട്രീം ഫൈബറിലോട്ടുള്ള ദൂരം ക്യാപിറ്റൽ D/2. ഓക്കെ, അപ്പം നമുക്ക് 12 upon b d³ minus b d³ into 2/d. b d³ minus b d³ by 6d. അങ്ങനെയെങ്കിൽ ഒരു ഹോളോ സർക്കിളിന്റെ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. pi d⁴/64 minus pi small d⁴/64 divided by d/2 ക്യാപിറ്റൽ D/2 എന്ന് വരും. അപ്പം നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ തിയറി പാർട്ടാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ഈ മോഡ്യൂളിൻ്റെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇത് പഠിച്ചു നോക്കുക, ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.